നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു പ്രത്യേക നഗരത്തെക്കുറിച്ചാണ്, കോട്ടയം. അക്ഷരങ്ങളുടെ നഗരം എന്നാണ് ഇതറിയപ്പെടുന്നത്, അല്ലേ? അപ്പോ ഈ പേരെങ്ങനെ വന്നു? നമുക്കൊന്ന് നോക്കാം. അപ്പോ ഒരു നഗരത്തിന് അക്ഷരനഗരി അല്ലെങ്കിൽ ദ സിറ്റി ഓഫ് ലെറ്റേഴ്സ് എന്നൊക്കെ പേര് കിട്ടുന്നത് എങ്ങനെയാണ്? ഇത് വെറുമൊരു വിളിപ്പേരല്ല. കോട്ടയത്തിന്റെ ഒരു ഐഡന്റിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെയുള്ള ഒരു ചോദ്യമാണിത്. ആ കഥയിലേക്ക് നമുക്ക് ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം. അപ്പോൾ ഈ ഒരു പ്രത്യേക പേരിന് പിന്നിലെ കഥ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പുറകോട്ട് പോകണം. അതിന്റെ ഭൂമിശാസ്ത്രം മാത്രം നോക്കിയാൽ പോരാ, ചരിത്രത്തിലേക്ക് തന്നെ നോക്കണം. കാരണം മഷികൊണ്ടും കടലാസുകൊണ്ടും എഴുതപ്പെട്ട ഒരു കഥയാണ് ഈ നഗരത്തിനുള്ളത്. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം നമ്മുടെ ആദ്യത്തെ ക്ലൂ കിടക്കുന്നത് അവിടെയാണ്. കോട്ടയം എന്ന പേര് വന്നത് രണ്ട് മലയാളം വാക്കുകളിൽ നിന്നാണ്. കോട്ട, പിന്നെ അകം. അതായത് കോട്ടയുടെ അകം അല്ലെങ്കിൽ കോട്ടയ്ക്കുള്ളിൽ എന്ന്. പണ്ട് ഇവിടത്തെ നാട്ടുരാജാക്കന്മാരുടെ കൊട്ടാരം സംരക്ഷിച്ചിരുന്ന ഒരു പഴയ കോട്ടയെയാണ് ഈ പേര് ഓർമ്മിപ്പിക്കുന്നത്. അപ്പം നൂറ്റാണ്ടുകളോളം ഇതൊരു പ്രാദേശിക തലസ്ഥാനമായിരുന്നു. ആദ്യം തെക്കൻകൂർ രാജ്യത്തിന്റെ ഭാഗം, പിന്നെ തിരുവിതാംകൂർ രാജ്യം പിടിച്ചടക്കി. 1949 ഇന്നത്തെ കോട്ടയം ജില്ല ഉണ്ടാകുന്നത്. പക്ഷേ 19ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു വലിയ മാറ്റമാണ് കോട്ടയത്തിന്റെ തലവിധി എന്നേക്കുമായി മാറ്റിമറിച്ചത്. അതെ, ഇവിടെ നിന്നാണ് അക്ഷരങ്ങളുടെ കഥ ശരിക്കും തുടങ്ങുന്നത്. രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് അതിന് കാരണമായത്. നമുക്ക് നോക്കാം. 1817. എന്താണ് ഈ വർഷം ഇത്രയ്ക്ക് പ്രധാനപ്പെട്ടതാകാൻ കാരണം? അന്ന് ചർച്ച് മിഷണറി സൊസൈറ്റി അഥവാ CMS കേരളത്തിലെ ആദ്യത്തെ വെസ്റ്റേൺ സ്റ്റൈൽ കോളേജായ CMS കോളേജ് സ്ഥാപിച്ചു. ഈയൊരു സ്ഥാപനം ഈ പ്രദേശത്ത് ആധുനിക വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു. പഠിക്കുന്ന ഒരു പുതിയ തലമുറയെ തന്നെ ഉണ്ടാക്കിയെടുത്തു. കോളേജ് വന്ന് വെറും 4 വർഷം കഴിഞ്ഞപ്പോ 1821 ബെഞ്ചമിൻ ബെയ്ലി എന്ന ബ്രിട്ടീഷ് മിഷണറി CMS പ്രസ് സ്ഥാപിച്ചു. ഇത് വെറുമൊരു പ്രസ് ആയിരുന്നില്ല, കേരളത്തിലെ തന്നെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് ആയിരുന്നു അത്. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, വിദ്യാഭ്യാസവും അച്ചടിയും ഈ രണ്ട് ഘടകങ്ങൾ ഒരുമിച്ചപ്പോൾ ഒരു വിപ്ലവത്തിന് തന്നെ അത് അടിത്തറയിട്ടു. ഒരു കൊടുങ്കാറ്റുപോലെയായിരുന്നു അത്. ശരി, അപ്പോ ഈ ഒരു അടിത്തറയിൽ നിന്ന് കോട്ടയം എങ്ങനെയാണ് ഒരു ആധുനിക പാരമ്പര്യം കെട്ടിപ്പടുത്തത് എന്ന് നോക്കാം. ഇതിന്റെ ഫലമായി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല പത്രങ്ങളുടെയും പുസ്തക പ്രസാധകരുടെയും ആസ്ഥാനമായി കോട്ടയം മാറി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പത്രങ്ങളിലൊന്നായ മലയാള മനോരമ, പിന്നെ ദീപിക, മംഗളം, DC ബുക്സ്, കറന്റ് ബുക്സ് ഇവയെല്ലാം ഇവിടെയാണ്. ഈ കണക്ക് നോക്കൂ, ഇത് ശരിക്കും കോട്ടയത്തിന്റെ സ്വാധീനം എത്ര വലുതാണെന്ന് കാണിച്ചു തരും. കേരളത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഏതാണ്ട് 70% പുസ്തകങ്ങളും ഇറങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ നഗരത്തിലെ സാഹിത്യ സംസ്കാരം ലോകപ്രശസ്തരായ എഴുത്തുകാരെയും വളർത്തിയെടുത്തു. ഉദാഹരണത്തിന് അരുന്ധതി റോയ് കോട്ടയംകാരിയാണ്. അവർക്ക് ബുക്കർ പ്രൈസ് കിട്ടിയ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന്റെ പശ്ചാത്തലം കോട്ടയത്തിനടുത്തുള്ള അവരുടെ കുട്ടിക്കാലത്തെ വീടാണ്. പക്ഷേ അക്ഷരങ്ങളുടെ കാര്യത്തിൽ കോട്ടയത്തിന്റെ ഏറ്റവും വലിയ നേട്ടം ഒരുപക്ഷേ ഈ സംഖ്യയായിരിക്കും. 1989 ഇന്ത്യയിൽ 100% സാക്ഷരത കൈവരിക്കുന്ന ആദ്യത്തെ പട്ടണമായി കോട്ടയം മാറി. ഈയൊരു നാഴികക്കല്ല് വിദ്യാഭ്യാസത്തോടും അച്ചടിയോടുമുള്ള ഈ നാടിന്റെ ദീർഘകാല ബന്ധത്തിന്റെ നേരിട്ടുള്ള ഒരു ഫലമായിരുന്നു. അപ്പോ ഈ കഥയൊക്കെ സംഭവിച്ച കോട്ടയത്തിന്റെ ഭൂപ്രകൃതിയും അവിടുത്തെ ആളുകളെയും പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലേ? ഇവിടുത്തെ ഭൂപ്രകൃതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഫലഭൂയിഷ്ടമായ ഇടനാടുകളും ശാന്തമായ കായലോരങ്ങളും ചേർന്ന ഒരിടം. അതായത് ഒരു വശത്ത് ചെറിയ കുന്നുകളും പച്ചപ്പുള്ള നെൽവയലുകളും, മറുവശത്ത് മീനച്ചിലാറിന്റെയും വേമ്പനാട്ട് കായലിന്റെയും തീരങ്ങൾ. ഇനി ജനസംഖ്യയുടെ കാര്യം നോക്കിയാല് ഒരുപാട് സമുദായങ്ങൾ ഇവിടെ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. 2011 കണക്കനുസരിച്ച് ഏകദേശം 50% ഹിന്ദുക്കളും 43.5% ക്രിസ്ത്യാനികളും പിന്നെ ഇസ്ലാമും മറ്റു മതസ്ഥരുമുണ്ട്. വളരെ കാലമായുള്ളൊരു സാംസ്കാരിക വിനിമയത്തിന്റെ ചരിത്രം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരി, അപ്പൊ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചേർത്ത് വായിക്കാം. ഇതെല്ലാം എങ്ങനെയാണ് കോട്ടയത്തെ കോട്ടയമാക്കിയത് നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ചരിത്രപരമായ സംഭവങ്ങളും കൂടി ടെക്നോളജിയും ചേർന്നപ്പോൾ ഈ നഗരത്തിന്റെ ആത്മാവിനെ തന്നെ രൂപപ്പെടുത്തി. അതായത് ഇതൊരു ചരിത്ര തലസ്ഥാനമായിരുന്നു. പിന്നെ ആധുനിക വിദ്യാഭ്യാസവും പ്രിന്റിംഗും ഒരു വലിയ മാറ്റമുണ്ടാക്കി. പതിയെ പതിയെ സംസ്ഥാനത്തിന്റെ പബ്ലിഷിംഗ് ഹബ്ബായി ഇത് വളർന്നു. അതിന്റെ പാരമ്പര്യം എന്താണ്?
100% സാക്ഷരതയും സാഹിത്യത്തിലെ മികവും. ഇതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. അച്ചടിച്ച വാക്കിന് വിവരങ്ങൾ നൽകാൻ മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ ഐഡന്റിറ്റിയെ തന്നെ രൂപപ്പെടുത്താനും ശക്തിയുണ്ട്. അപ്പോ ഒരു പ്രിന്റിംഗ് പ്രസ്സിന് ഒരു നഗരത്തിന്റെ വിധി നിർണ്ണയിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന സ്ഥലങ്ങളെ രൂപപ്പെടുത്തുന്ന ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഒന്നാലോചിച്ചു നോക്കൂ.